ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് റവ കൊണ്ട് നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ളൊരു നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി കണ്ടു നോക്കാവേ. നല്ല ടേസ്റ്റായിട്ട് ഇത് കഴിക്കാനായിട്ട്. അധികം വെജിറ്റബിൾസ് ഒന്നും കഴിക്കാത്ത കുട്ടികൾക്ക് രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരം സ്കൂൾ വിട്ട് വരുന്ന സമയത്തൊക്കെ ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്തു നോക്കി വളരെ സന്തോഷത്തോടെ അവർ ഇത് കഴിക്കും. അത്ര ടേസ്റ്റാട്ടോ. അപ്പം ഈ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് റവ എടുക്കുന്നുണ്ട്. സാധാരണ നമ്മൾ ഉപ്പുമാവൊക്കെ തയ്യാറാക്കാനായിട്ട് ഉപയോഗിക്കുന്ന റവയുണ്ടല്ലോ, അതൊരു 1.25 കപ്പോളം റവ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഏത് കപ്പിലാണോ റവ എടുത്തത് അതേ കപ്പിന് 1 കപ്പ് വെള്ളം. ഇപ്പം നമുക്ക് 1 കപ്പം ചേർത്താൽ മതി. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അതിലേക്ക് വെള്ളം ചേർക്കാം. അപ്പോൾ 1 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ആ വെള്ളത്തിൽ റവയൊക്കെ നന്നായിട്ടൊന്ന് മിക്സായി കഴിഞ്ഞിട്ട് ഇത് മൂടി ഒരു 10 മിനിറ്റ് നമുക്ക് ആ റവയൊന്ന് കുതിർന്ന് കിട്ടണം. ഈ വെള്ളത്തിന് പകരം തൈര് ചേർത്താലും സൂപ്പറാണ് കേട്ടോ. അപ്പോൾ തൈരൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് വെള്ളം ചേർത്ത് തന്നെ ഇത് തയ്യാറാക്കാവുന്നതാണ്. തൈരുണ്ടെങ്കിൽ തൈര് ചേർത്തുണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ വെള്ളമൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. ഇത് മൂടി ഒരു 10 മിനിറ്റ് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് ഇതിലേക്ക് വേണ്ടിയ കുറച്ച് വെജിറ്റബിൾസൊക്കെ ഒന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ ഇതുപോലെ ഒരു ചെറിയൊരു കുക്കുംബർ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മീഡിയം സൈസിലൊരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഒരു സവാള, മീഡിയം സൈസിലെ സവാള. ഇതെല്ലാം തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് നമുക്ക് ഇതൊന്ന് ക്രിയേറ്റ് ചെയ്ത് എടുക്കാം. ഇതിൻ്റെ കൂടെ നമുക്ക് റാഡിഷിൻ്റെ ചുവ ഇഷ്ടമുള്ളവർക്ക് നമുക്ക് റാഡിഷ്, നമ്മുടെ മുള്ളങ്കി ഉണ്ടല്ലോ, അതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന ആ റവയിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം ചേർക്കാം. ക്യാരറ്റ് ഇതുപോലെ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്ത് ക്യാരറ്റ് ചേർത്ത് കൊടുത്തു. അതോടൊപ്പം തന്നെ നമ്മൾ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ കുക്കുംബർ കൂടെ ചേർത്ത് കൊടുത്തു. കുക്കുംബറിലും ക്യാരറ്റിലും ഒക്കെ കുറച്ച് വെള്ളാംശം ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നമുക്ക് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് ചിരകിയ തേങ്ങ, ഞാനൊരു ചെറിയ കപ്പിന് 1 കപ്പോളം ചിരകിയ തേങ്ങ കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ചെറുതായിട്ട് പൊടിയായിട്ട് കട്ട് ചെയ്ത സവാള ചേർത്ത് കൊടുത്തു. അതോടൊപ്പം തന്നെ കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം ഇതിലേക്ക് ചേർത്തു. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് പച്ചമുളകാണ്. പച്ചമുളക് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് ചേർത്താൽ മതി. ഞാനിപ്പം ചില്ലി ഫ്ലേക്സ് ആണ് ചേർക്കുന്നത്. ഇപ്പോൾ കുട്ടികളൊക്കെ ഇപ്പോൾ പച്ചമുളക് ഉണ്ടെങ്കിൽ അവർക്ക് എരിവ് അധികമാവില്ല. അപ്പോൾ നമ്മൾ കുറച്ച് ചില്ലി ഫ്ലേക്സ് ചേർത്താലും മതി, ഇല്ലെങ്കിൽ പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുത്താലും മതി. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് ജീരകമാണ്. ഒരു 1/4 സ്പൂണോളം ജീരകം ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഒരു ചെറിയ സ്പൂണിന് 1 സ്പൂണ് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ പഞ്ചസാര കൂടെ ചേർത്ത് നമ്മളിത് തയ്യാറാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നമുക്ക് കറിയൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, ചൂട് ചായയുടെ കൂടെ ഇതങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്കിത് മിക്സ് ചെയ്ത് കൈകൊണ്ട് കല്ലിൽ പരത്തി അട പോലെയും നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇല്ല നമുക്ക് കോരി ഒഴിച്ച് തവി കൊണ്ട് പരത്തി എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ഇത് തയ്യാറാക്കാം. ഞാനിപ്പം കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് തവി കൊണ്ട് കോരി ഒഴിച്ച് പരത്തി ദോശ പോലെ തയ്യാറാക്കി എടുക്കണം. അപ്പോൾ അതിന് നമുക്ക് വെള്ളം വേണം. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് വേണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഒരുപാട് വെള്ളം ഒഴിക്കരുത്, വെള്ളം കൂടിപ്പോയാൽ നമുക്ക് നന്നായിട്ട് ഇതൊന്നും പരത്തിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമ്മൾ ദോശയുടെയൊക്കെ ഒരു മാവിൻ്റെ കൺസിസ്റ്റൻസിയിൽ ഇതൊന്ന് ആക്കിയെടുക്കണം. എന്നിട്ടിത് നമുക്ക് സൈഡിലേക്ക് വെക്കാം. ഇനി ദോശക്കല്ല് നന്നായിട്ട് ചൂടായി കഴിയുമ്പം കുറച്ച് നെയ്യൊന്ന് തൂത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ മാവ് 1-1.5 തവിയോ മാവ് ഇതുപോലെ ദോശക്കല്ലിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് പതുക്കെ ലൈറ്റായിട്ട് ഇതുപോലെ ഒന്ന് നമുക്കിതൊന്ന് സ്പ്രെഡ് ചെയ്ത് ദോശ, നമ്മൾ സാധാരണ ദോശയൊക്കെ തയ്യാറാക്കുന്ന പോലെ ഇതുപോലെ. ഇതൊരു റവ ദോശയാണ്, പക്ഷേ സൂപ്പർ ടേസ്റ്റായിട്ട് ക്യാരറ്റും കുക്കുംബറും തേങ്ങയും നമ്മൾ സവാളയൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ. അപ്പം ഇത് ഫ്രൈ ആകുമ്പോൾ തന്നെ നല്ലൊരു ഫ്ലേവറും ഒക്കെ വരുവേ. അപ്പോൾ ഇതിന് മുകളിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നല്ലെണ്ണയോ നെയ്യോ ഒന്ന് ഇതുപോലെ ആക്കി കൊടുത്തിട്ട് നമുക്കിത്, ഇല്ലെങ്കിൽ എണ്ണയൊന്നും തൂത്തില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് ഹെൽത്തി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ എണ്ണയൊന്നും തൂക്കണമെന്നൊന്നുമില്ല. വേണമെങ്കിൽ മാത്രം കുറച്ച് നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ മുകളിലൂടെ ഒന്ന് ആക്കി കൊടുത്ത് 2 സൈഡും നന്നായിട്ട് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള റവ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഹെൽത്തിയാണ്. നമ്മൾ വെജിറ്റബിൾസൊക്കെ ഒത്തിരി ചേർത്ത് തയ്യാറാക്കുന്ന ഈ ദോശ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. കറിയൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇനി അതിന് സൈഡായിട്ട് നമുക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് തൈര് എടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക്. അതിലേക്ക് നമ്മുടെ കയ്യിൽ ഏതെങ്കിലും ഒരു അച്ചാറുണ്ടെങ്കിൽ അച്ചാറിൻ്റെ കുറച്ച് ചാറ് ഈ തൈരിലേക്കൊന്ന് മിക്സ് ചെയ്യണം. ഞാനിപ്പോൾ ഒരു 1.5 സ്പൂണോളം
അച്ചാറിൻ്റെ ചാറുണ്ടല്ലോ അത് തൈരിലേക്ക് മിക്സ് ചെയ്തിട്ട് ഇത് കൂട്ടി കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. നമ്മളിപ്പോൾ പത്തിരി അല്ലെങ്കിൽ ദോശ എന്തെങ്കിലും തയ്യാറാക്കി ചമ്മന്തി കറിയൊന്നും ഇല്ല, നമുക്ക് ഇച്ചിരി ചമ്മന്തി അരയ്ക്കാനൊക്കെ മടി തോന്നുവാണെങ്കിൽ തൈര് ഇരിപ്പുണ്ടെങ്കിൽ തൈരിലേക്ക് ഏതെങ്കിലും ഒരു അച്ചാർ കുറച്ച് ഇതുപോലെ ചേർത്ത് മിക്സ് ചെയ്താൽ മതി. അത് കൂട്ടി കഴിക്കാനും നല്ല ടേസ്റ്റാട്ടോ. അപ്പം ഞാൻ തൈരിൻ്റെ കൂടെ ഇച്ചിരി അച്ചാറും മിക്സ് ചെയ്തിട്ടാണ് ഇന്ന് ഇതിന് കോമ്പിനേഷനാക്കി റെഡിയാക്കിയിരിക്കുന്നത്. കണ്ടോ നമ്മുടെ അടിപൊളിയായിട്ടുള്ള റവ ദോശ. ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.